ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നല്ല ചൂടൊക്കെ തുടങ്ങി അല്ലേ? കുട്ടികളുടെ എക്സാമൊക്കെ കഴിയാറായി. എവിടെയൊക്കെയാണ് യാത്ര പരിപാടികൾ? അത് നല്ല ചൂടത്ത് യാത്രയൊക്കെ പോകാൻ ഈ സമയമാണ്, പക്ഷെ എല്ലാവരും പോവുക അല്ലേ? ഹോളിഡേയ്സൊക്കെ ആകുമ്പോൾ വിഷുവിൻ്റെ തിരക്കായി. അപ്പം ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. രാവിലെ നേരത്തെ എണീറ്റ് അതെല്ലാം സാധാരണ പോലെയുള്ള ഇതിന് മുമ്പിലുള്ളൊരു വ്ളോഗിൽ ഞാൻ ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് എണീറ്റിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ വേറൊരു ദിവസം, ഇന്നലത്തെ ദിവസമാണ് മൺഡേ, 16th മൺഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പം അന്ന് ഏട്ടന് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ചോറും കൂട്ടാനും അതിൻ്റെ സൈഡ് ഡിഷൊക്കെയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. അത് വെണ്ടയ്ക്ക പുളി. പാലക്കാട് ആണ് അധികം ഇത് കണ്ടിരിക്കുന്നത്, വേറെ ആർക്കും അത് പൊതുവേ അറിയുന്നില്ല തോന്നുന്നു. വെണ്ടയ്ക്ക പുളി അതിൻ്റെ പേരതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ വയ്ക്കാം. നമുക്ക് തേങ്ങ ചേർത്ത് അരച്ചിട്ട് വയ്ക്കാം, അല്ലാതെ വെറുതെ മസാല ഇട്ടിട്ട് പുളി ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ ഇല്ലാണ്ട്, മധുട്ടിനതാണ് ഏറ്റവും ഇഷ്ടം, തേങ്ങയില്ലാതെ മസാല അരച്ചിട്ട്. അപ്പം ആദ്യം ഞാൻ മറ്റേ അരിയാണ് കഴുകിയിട്ട്, അരി മട്ട അരിയില്ല, അതിൻ്റെ പൊടിയരി. എനിക്ക് വലിയ അരി ഇഷ്ടമല്ല, അപ്പോൾ അതിന് നുറുക്ക് ഉണ്ടാവുമല്ലോ, പാലക്കാടൻ മട്ടയുടെ പൊടിയരി, അതാണ് അരി. അത് ഞാൻ ആ കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ കുക്കറിൽ ആ ടൈമിൽ അതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൽ ഈ പണിയും ചെയ്യാമല്ലോ. എളുപ്പമല്ലേ? അപ്പോൾ വെണ്ടയ്ക്കയാണെങ്കിൽ ഞാൻ ഒരാഴ്ച മുമ്പേ വാങ്ങിയ വെണ്ടയ്ക്കയാണ്. അത് ഫ്രീസറിൽ വെച്ചു. 1 കിലോ നല്ല വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ 1 കിലോ വെണ്ടയ്ക്ക വാങ്ങി. അപ്പോൾ അതിന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി അതാണ് എടുത്തത്. അതുപോലെ തന്നെയുണ്ട്, ഫ്രഷായിട്ട്, ഒരു ഇതുമില്ല. വളരെ എന്താ ഞാൻ പറയുക, അത്രയും വാങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പം തന്നെ അത് എടുത്തു വയ്ക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുക, കട്ട് ചെയ്യുക, നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാലല്ലേ, ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ അതിലത്തെ ആ വാട്ടർ കണ്ടൻറ്റ് കൂടിയിട്ട് ഒരുമാതിരി വഴുവഴുകുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ നമ്മളത് ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് വതക്കുമ്പോൾ എണ്ണ ഒഴിച്ചില്ല, കുറച്ചൊന്ന് ആ ഒരു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വതക്കിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിയും അതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഒരു 2 ഉള്ളി, അതിന് കുറച്ച് ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, അത്ര മാത്രമേ ഉള്ളൂ ആ മസാലയിൽ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെറും തേങ്ങ, വേറൊന്നും ചെയ്യാണ്ട് തേങ്ങ വറക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ തേങ്ങ വറുത്തരച്ച വെണ്ടയ്ക്കപ്പുളിയായി. ഇതിപ്പോൾ ഞാൻ മസാല മാത്രമാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ കൂടെ മാങ്ങ സൈഡ് ഡിഷായിട്ട്, ഇപ്പോൾ മാങ്ങ കിട്ടാൻ തുടങ്ങിയില്ല, അപ്പോൾ കിളിമൂക്കൻ മാങ്ങയാണ് കിട്ടിയത്. അതിലാണെങ്കിൽ അധികം പുളിപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാങ്ങ നുറുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ സ്പൈസസൊക്കെ ഇട്ട്, മുളക് പൊടിയും അതിൻ്റെ കടുക് വറുത്തതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതാണ് സൈഡ് ഡിഷായിട്ട് ഏട്ടൻ കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അവന് ഒരു പഴം കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല വീഡിയോ, അപ്പോൾ പിന്നെയും ലോങ് ആവും, ഇതന്നെ നല്ല ലോങ്ങാണ്. അപ്പോൾ വെണ്ടയ്ക്ക വേവിച്ച് ഇതായപ്പോൾ 2 ഉള്ളി നുറുക്കിയിട്ടു, ഒരു ഉള്ളി നുറുക്കിയിട്ടു, കട്ട് ചെയ്തിട്ടിട്ട് ലോയിൽ വെച്ചു. എന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ ആ വേവുന്ന സമയത്തിനിടയിലാണ് മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും പുരട്ടി വെച്ചത്. അപ്പോൾ ഈ സമയത്ത് കിളിമൂക്കനാണ് ആദ്യം വരാൻ തുടങ്ങിയത്, ആദ്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പല
ഇതും വരുന്നുണ്ടാവും അല്ലേ. ഇത് പുളിയേ ഇല്ലാത്തതൊരു ഇതല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണത്. ഇതിനെ ചിലപ്പോൾ ഞാൻ പഴുക്കാൻ വെക്കും അരിയിലൊക്കെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ മസാല അരച്ച് പുളിയിലൊഴിച്ചു, ഇതിലൊഴിച്ചു, വെണ്ടയ്ക്കപ്പുളി. പുളി ആദ്യം ചേർത്തിട്ടാണല്ലോ, കണ്ടല്ലോ അല്ലേ. പുളി ആദ്യം ചേർത്തിട്ട് നന്നായി തിളച്ച ശേഷമാണ് ഈ അരച്ചത് അതിലിട്ടിട്ട് മിക്സ് ചെയ്തത്. പിന്നെ അതാ ഉപ്പും മുളകും പൊടി പുരട്ടി വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ അത് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വെണ്ടയ്ക്കപ്പുളിക്കുള്ള എന്താ പറയുക, താളിച്ചൊഴിക്കുക പറയില്ലേ, അത് അങ്ങനെ ചെയ്തു. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചു. അപ്പം ഇപ്പം അധികം കുറച്ച് കാലത്തേക്ക് ഇനി കോൾഡ് പ്രസ്ഡ് എന്താ പറയുക വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. കാരണം പ്രിൻ്ററല്ലല്ലോ, കട്ടയാവില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് തന്നെയായിരിക്കാം. അടുത്ത നവംബർ വരെയും വെളിച്ചെണ്ണ ഉണ്ടാവും. പിന്നെ പൂരി എന്തൊക്കെ ഉണ്ടാക്കാൻ മറ്റേ കോൾഡ് പ്രസ്ഡ് ഗ്രൗണ്ട് നട്ട് ഓയിൽ അതാണ് യൂസ് ചെയ്യുക. പിന്നെ ഒലിവ് ഓയിൽ ഈ സാലഡിനൊക്കെ ഉപയോഗിക്കാൻ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഏട്ടൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ ചോറ് ഇന്നിപ്പോൾ ഇത്തിരി വല്ലാതെ വെന്ത് പോയി. അപ്പോൾ ഇത്രയും സമയം വേണ്ട തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രോക്കൺ പൊടിയരി ഉണ്ടാക്കണം, മട്ടയുടെ. അപ്പോൾ ഇത്ര ടൈം വെക്കേണ്ട തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉലർന്നിരിക്കണം. ഇപ്പോൾ ഏട്ടന് ഇത് ടിഫിൻ ബോക്സ് ഇൻസുലേറ്റഡ് ടിഫിൻ ബോക്സാണ്. ആ ചൂടോടെ നിൽക്കും. നമ്മൾ കൊടുത്തയച്ചാൽ അത് ഉച്ചയ്ക്ക് വരെ നല്ല ചൂടുണ്ടാവും അതിൽ. ഏട്ടൻ പറയും നല്ല സുഖമുണ്ട് ഊണ് കഴിക്കാൻ, നല്ല ചൂടോടെ കഴിക്കാമെന്ന്. അപ്പോൾ അത് ബോറോസിലിൻ്റെയാണ് കമ്പനി, ബോറോസിലിൻ്റെ. അതിൽ 3 ഇതുണ്ട്, കമ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒന്ന് കുറച്ച് വലുതായിരിക്കും, അതിലാണ് ഞാൻ ചോറാക്കിയിട്ട് വെച്ചത്. പിന്നെ ഒന്നിൽ കൂട്ടാനും വെച്ചു, പിന്നെ ഒന്നിൽ ഈ മാങ്ങ നുറുക്ക്. അപ്പോഴേക്കും ഏട്ടന് അതിന് ക്രഞ്ചിയായിട്ട് കഴിക്കാൻ വേണം അത്ര. കടിക്കുമ്പോൾ ഒരു സുഖം തോന്നാൻ വേണ്ടിയിട്ട് പച്ച ഉള്ളി അതിൽ നുറുക്കിയിട്ട് അങ്ങനെ ക്രഞ്ചി ആയിട്ടുണ്ടാവുമല്ലോ, കടിക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് തോന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഇത്. ഇൻസുലേറ്റഡ് ലഞ്ച് ബോക്സാണ് ബോറോസിലിൻ്റെ. നല്ല ഉപയോഗമുണ്ട് കേട്ടോ. നല്ല ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ വളരെ നല്ല ഒരു സാധനമാണ് ബോറോസിലിൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ചുക്കുവെള്ളം പറഞ്ഞാൽ നമ്മുടെ കരിങ്കാലി വെള്ളം അറിയില്ല, ചുവപ്പ് കളറിലുള്ള സദ്യക്കൊക്കെ കിട്ടണം. അതെപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇവിടെ, അതാണ് കഴിക്കുക. ഇത് പെക്സ്പോ പറഞ്ഞ അവരുടെ കമ്പനിയുടെ ഒരു ഇതാണ്. ഇതിലും ഈ വാട്ടർ ബോട്ടിലും ചൂടും നിൽക്കും തണുപ്പും നിൽക്കും. അപ്പോൾ ഒരു ഇളം ചൂട് വെച്ച് കൊടുത്താൽ അത് ഈവനിങ് വരെയും അതേ ചൂടൻ ആയി കിട്ടാറുണ്ട് അത്ര. അപ്പം അത് നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിലും അതിൽ ലിങ്ക് ഇടാം, വാങ്ങിക്കാം. അപ്പം ഏട്ടൻ്റെ യാത്രയേക്കാൻ ടിഫിൻ ബോക്സൊക്കെ ആക്കി വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ പിന്നാലെ വന്ന് മണത്ത് നോക്കുകയാണ് എന്താണത്. അപ്പോൾ ഏകദേശം ടൈം ഒരു 9:20 9:30 ഒക്കെ ആവാറ്. ഏതാണ് സമയം, ഏട്ടൻ പോകുന്നതിൻ്റെ സമയം അതാണ്. അപ്പം ഇവിടെ ടോഗോൻ്റെ ഫുഡും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആമസോൺ അവർ നേരത്തെ വരും, ചില സമയത്ത് 8 മണിക്കേ കൊണ്ടുവന്ന് തരും ഓർഡർ ചെയ്താൽ. അതൊന്നും പൊളിച്ചെടുത്തിട്ടില്ല. അതൊക്കെ എടുത്ത് ഇനി പാക്ക് ചെയ്ത് തന്നെ ശരിയാക്കണം. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട്. അടിക്കലും തുടക്കലൊക്കെ ഉണ്ട്. ചെടികൾക്ക് വെള്ളമൊഴിക്കണം, പക്ഷികൾക്കൊക്കെ നോക്കണം. അങ്ങനെയുള്ള പരിപാടികൾക്ക് കൂടി ഒരു 1-1.5 മണിക്കൂർ എങ്ങനെ ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ ഞാൻ എല്ലാം കിച്ചണാണ് ആദ്യം ക്ലീൻ ചെയ്ത് സ്പ്രേ ഒക്കെ ചെയ്തിട്ട് വെക്കുക. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്പ്രേ ആണ് അതിൻ്റെ കിച്ചൺ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് ഒരു വീഡിയോ നെക്സ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാം എന്താണ് ഞാൻ അതിൽ ഉപയോഗിച്ചതെന്ന്. നല്ല മണവും എന്താ പറയുക, നല്ല ഇതുണ്ടാവും, ഷൈനിങ് ഒക്കെ ഉണ്ടാവും ആ ഒരു ലിക്വിഡിന് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ. പിന്നെ സ്റ്റീലിൻ്റെ പ്രത്യേകിച്ച് കേട്ടോ വളരെ ഉപയോഗമാണ് ആ ഒരു ഇത് ഉണ്ടാക്കുന്നത്. നല്ല ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും.
സ്റ്റീൽ പാത്രങ്ങളുമായാലും സ്റ്റീലിൻ്റെ എന്തും സ്റ്റൗ ആണെങ്കിലും ഗ്ലാസ് ടോപ്പ് എല്ലാം അതെ. പിന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാത്രങ്ങളൊന്നും കാണുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമുക്കത് വെക്കാനുള്ളൊരു ആ ഒരു ടോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കതിൽ വെക്കാം. അപ്പോൾ വീടൊക്കെ ആകുമ്പോൾ അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം എൻ്റേതായൊരു ഐഡിയയിൽ. അപ്പോൾ ഞാൻ ആ അരിയൊക്കെ കഴുകി വയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളം കരുതി വയ്ക്കും അത് ചെടിക്കൊഴിക്കാൻ. അപ്പോൾ അതൊക്കെ ആക്കി ഒരു ബക്കറ്റിലാക്കി വെച്ചതാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട്, അതിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത്, ക്ലീൻ എന്നും പറയാൻ പറ്റില്ല, വെറുതെ ഒന്ന് വെള്ളത്തിൽ ഒലുമ്പിയിട്ട് ഡിഷ് വാഷറിൽ വെച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചതും രാത്രി ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ കഴിക്കണം കൂടി ഒന്നിച്ച് കഴിച്ച് ഇതാക്കിയിട്ട് രാത്രി വെക്കുകയാണ് ചെയ്യുക ഡിഷ് വാഷർ. പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാൻ പോകും. അപ്പം പിന്നാലെ വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് വരണ്ട, അവിടെ ഇരുന്നോളാൻ. അപ്പം ഉണ്ടാതിരിക്കണം ഒരു സ്ഥലത്ത്. പിന്നെ പോയി ഞാൻ ചെടിക്കൊക്കെ ആ വെള്ളം കുറച്ചും കൂടി നേർപ്പിച്ചു, ഡൈല്യൂട്ട് ചെയ്തു ആ വെള്ളം, അരി കഴുകിയ വെള്ളം. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മൾ വേറെ ചെറിയ ചെറിയ കുഞ്ഞ് ഈ അടയ്ക്ക പക്ഷി പറയില്ല, അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു പക്ഷികൾ വരും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് താഴെ ഇങ്ങനെ ഒരു ഇതിൽ വെള്ളവും ഇതും വെച്ചിട്ടുണ്ടാവും, ഫുഡും. അതൊക്കെ അവർ തിന്ന് അവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. കോഴി ചിതക്കിയ പൊതിയെ പറയില്ലേ, അതുപോലെയൊക്കെ ആക്കി വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി അടിച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തോട്ടത്തിലെ 2-3 പൂക്കളാണ് ഞാൻ കാണിച്ചു തന്നത്. ഇന്ന് എൻ്റെ റോബിൻ നോക്കുകയാണ്, എന്താ ചെയ്യണം മമ്മി എന്ന്. ഡെസേർട്ട് റോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ സോഫ ക്ലീനിങ് ആണ്, അത് ലിൻറ്റ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോഫയുടെ മുകളിൽ എപ്പോഴും ഒരു ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. കാരണം ടോഗോ അതിൻ്റെ മുകളിൽ അധികവും സമയം കണ്ടോ, അതിൻ്റെ മുടിയാണ് അവൻ്റെ അതിൽ മുഴുവൻ. അപ്പോൾ ഈ ലിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചാൽ ആ മുടിയൊന്നും അതിൽ ഒട്ടിപ്പിടിച്ച് ക്ലീനായിട്ട് കിട്ടും. അപ്പം എപ്പോഴും ഞാൻ ആ ബെഡ്ഷീറ്റ് അതിൽ വെക്കും. ഇങ്ങനെ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കും. കാരണം അവൻ അതിൽ ഉപയോഗിച്ച് കടന്നു മറിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാനതെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ചുക്കുവെള്ളം കുറച്ചൊന്ന് കുടിച്ചു, ബാക്കിയുള്ളതിനെ ബോട്ടിലിലാക്കി അടുത്തത് അടിച്ച് തുടയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് പൊടിയും ഇതൊക്കെ കൂടുതൽ കാണുന്നു. അല്ലെങ്കിൽ ഞാൻ നമ്മൾ ചൂല കൊണ്ടാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ വാക്വം ഉപയോഗിച്ചു വൃത്തിയാക്കി എല്ലാം കോർണറിലും ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ നീറ്റാക്കി. കാർപ്പറ്റ് ചെറിയൊരു കാർപ്പറ്റാണ്, അതിലും എല്ലാം. അവൻ്റെ മുടിയാണ് അധികം ഉണ്ടാവും. ഇപ്പോൾ നല്ല സീസൺ, എന്നാലും ഉണ്ട്, നായ്ക്കളുള്ള ഇത് എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കുന്നത് ഈ ഒരു ഇതാണ്, സ്പ്രേ മോപ്പാണ്. അതും അഗാറോണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അഗാറോൻ്റെ വലിയ ഫാനാണ്. സകലതും അഗാറോ കമ്പനിയുടെയാണ്. അവരെങ്ങാനും എന്നെ വിളിക്കുക എന്തോ അംബാസഡറായിട്ട്. അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. അഗാറോ ഭയങ്കര ഫാനാണ് ഞാൻ, അഗാറോ പ്രൊഡക്റ്റിനോട്. അപ്പോൾ അങ്ങനെ എല്ലാം കിച്ചനും എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരുന്നതാണ്. ഒരു ഓറഞ്ചുമായിട്ട് വന്ന് ഇരുന്ന് ഒന്ന് ഊഞ്ഞാലാടി ഓറഞ്ചൊക്കെ കഴിച്ചപ്പോൾ അവന് ഓറഞ്ചൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, ഈ പുളിപ്പുള്ളതൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ അവൻ്റെ ടോയും വായിലെടുത്തിട്ട് സോഫയിൽ കയറി വന്നിരിക്കുകയാണ്. അതാണ് അവൻ്റെ സ്ഥിരം സ്ഥലം. ഉറക്കം വന്നിട്ട് കണ്ടില്ല, ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും പോവില്ല, പിന്നാലെ നടക്കും. പിന്നെ ഞാൻ അങ്ങനെ ഒരു മണിവരെ അങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ നോക്കിയിട്ടും ആ സമയത്താണ് എൻ്റെ വീഡിയോസൊക്കെ നോക്കലും കാണലും അതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ ഓരോരുത്തരുടെ കാണലും റിപ്ലൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് സമയം. അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ ഞാൻ വന്ന് പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ സൈഡ് ഡിഷ് എനിക്ക് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പച്ചപ്പപ്പായ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി. അപ്പം അത് ആദ്യം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു 3/4 വേവായപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് അതൊന്നാക്കി കുറച്ച് അതിൽ ജീരകത്തിൻ്റെ പൊടിയും
മുളക് പൊടിയും ഉപ്പും ഇത്രേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് എണ്ണ ഇട്ടിട്ട് നമ്മൾ വഴറ്റുമല്ലോ, ആ സമയത്ത് എൻ്റെ ഫേവറേറ്റ് എള്ള് അതും കൂടി ഇട്ടപ്പോൾ എല്ലാം കൊണ്ട് കുശാലായി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഒരു സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഊണ്. ഇനിയിപ്പോൾ ഈ സമ്മറാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കാം. കാരണം നമുക്ക് വെള്ളം കുടിച്ച് ക്ഷീണിക്കില്ലേ, ഈ വെള്ളം കുടിച്ച് വയറിന്നറിയാം. അപ്പോൾ പിന്നെ നമുക്കൊരു ശക്തി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ അധികം, പക്ഷേ വയറ്റുള്ള ചോറല്ല, ഇങ്ങനെയുള്ള റൈസൊക്കെയാണ് അധികം കഴിക്കുക. പിന്നെ അവന് ചോറ് ആക്കാൻ 2 മുട്ട അവൻ ചോറിൽ മിക്സ് ചെയ്തിട്ട്, നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെ കൊടുക്കുക, മട്ട അരി തന്നെ, ഏതും അവന് അത് കൊടുക്കും. ചിലപ്പം ചാമ റൈസില്ലേ അത് കൊടുക്കും. അതിലിതുപോലെ എന്തെങ്കിലുമൊക്കെ അവൻ്റെ ഫുഡ് അവൻ മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ലിവർ, അല്ലെങ്കിൽ എഗ്ഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ആ ബ്രീഡ് അങ്ങനെയല്ല, അവൻ അങ്ങനത്തെ ഡെയിലി വേണം നോൺ വെജ്. അപ്പോൾ അവൻ ഇങ്ങനെ മണക്കണം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽന്ന്. അവൻ വെക്കുന്നതിന് മുമ്പ് തിന്നാൻ തുടങ്ങും, അത്രയ്ക്ക് ഫുഡ് ചെയ്യണത്. എപ്പോൾ കൊടുത്താലും തിന്നുകൊണ്ടേയിരുന്നോളൂ. പിന്നെ അപ്പോൾ അതിനൊപ്പം വെള്ളം വെച്ച് കൊടുത്താൽ വെള്ളവും കുടിക്കട്ടെ, ചൂടല്ലേ. പിന്നെ ഞാനും ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി, ഈ മട്ട അരിയുടെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കല്ലെങ്കിൽ ആ വലിയ അരി എനിക്കിഷ്ടമല്ല, ഇത് നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കിക്കോളൂ. പൊടിയരി, മട്ടയുടെ പൊടിയരി കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു നാടൻ ഊണ് വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ തൈരിന് പകരം ഞാൻ കഴിച്ചത് ഒരു യാക്കൾട്ട് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് പ്രോബയോട്ടിക്കാണ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെസ്റ്റാണത്. നല്ല ബാക്ടീരിയ അതിൽ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും സ്റ്റമക്കിന്, വയറിന് നല്ലതാണ്. അത് യാക്കൾട്ട് എന്ന് പറയും. കിട്ടുന്നുണ്ടാവും, ഇപ്പോൾ എല്ലാവിടെയും ഉണ്ട് അത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.